ഇന്നത്തെ വീഡിയോയിൽ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ അത് കണ്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഹയർ ലെവൽ പ്രോബ്ലംസൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കാണാം കേട്ടോ. ഇനി ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ പറ്റി പറയാം. അതായത് അതിൽ നമ്മൾ ആദ്യം പറയുന്നത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ രണ്ട് തവണ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഉണ്ട്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഉണ്ട്. ഇനി നമ്മൾ ഏതൊക്കെയാണോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത പോലെ തന്നെ ഡോ സ്ക്വയർ എന്നുള്ള ടേം കൂടെ ഉപയോഗിക്കാം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഏത് വേരിയബിളാണോ ചെയ്യുന്നത് അതിൻ്റെ സ്ക്വയർ അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് നോക്കാം ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്താണ്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് നമുക്ക് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അതിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ മീനിങ്. രണ്ട് പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതിനെ ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോഴാണ് നമുക്ക് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടുന്നത്. ഇതിന് ഈ രീതിയിലുള്ളൊരു നൊട്ടേഷനും കൂടെ ഉണ്ട്. എഫ് എക്സ് എക്സ് എന്നുള്ള രീതിയിലും ഡിനോട്ട് ചെയ്യാം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയറിനെ എഫ് എക്സ് എക്സ് എന്നുള്ള രീതിയിലും ഡിനോട്ട് ചെയ്യാം. അതായത് മീനിങ് എന്താണ്? ഡിഫറൻഷ്യേറ്റ് ട്വൈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നാണ് മീനിങ്. ഓക്കെ, നൗ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ഡോ വൈ സ്ക്വയർ എന്തായിരിക്കും? ഇതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ദാറ്റ് ഈസ് അതിനെ ഡിനോട്ട് ചെയ്യാൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എഫ് വൈ വൈ എന്നുള്ള രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ എഫ് എക്സ് എസ് അല്ലെങ്കിൽ എഫ് വൈ വൈ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്നുള്ള നൊട്ടേഷൻ ചിലപ്പോൾ യൂസ് ചെയ്തില്ല എന്ന് വരും. അപ്പം ഇതൂടെ മനസ്സിലാക്കി വയ്ക്കുക. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ തന്നെയാണ്. എഫ് വൈ വൈ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. മീനിങ് എന്താണ്? ഡിഫറൻഷ്യേറ്റ് ട്വൈസ് വിത്ത് റെസ്പെക്ട് ടു വൈ. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ മിക്സഡ് ആയിട്ട് വരുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്യുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഏത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതായത് ഇവിടെ എഴുതിയേക്കണം അതേ ഓർഡറിൽ തന്നെ ഇവിടെ എഴുതാം. ഈ ഡിനോമിനേറ്റർ ഭാഗത്ത് വരുന്നത് ഇതേ ഓർഡറിൽ തന്നെ ഇവിടെ എഴുതിയാൽ മതി. ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ആ കിട്ടുന്ന ഉത്തരത്തിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ടേമിനെ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പുറത്തുള്ള ടേം ഏതാണോ വേരിയബിൾ ഏതാണോ അതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇനി അതിനെ എഫ് എക്സ് വൈ എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോകരുത്. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ. എക്സ് കൊണ്ട് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം അതിനുശേഷം വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നതാണ് ഈ എഫ് എക്സ് വൈ എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റിനകത്തെ ആദ്യം എഴുതുക, കണ്ടുപിടിക്കുക, അതിൻ്റെ ഉത്തരത്തിനെ പുറത്തുള്ള ഇത് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ എഫ് എക്സ് വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ മീനിങ് എന്താണ്? സെയിം കാര്യം തന്നെയാണ് പറയുന്നത്, ഈ നൊട്ടേഷനിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേമിനെ വേണം ആദ്യം കണ്ടുപിടിക്കാൻ. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം മാത്രം വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ എഫ് എക്സ് വൈ എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതിനുശേഷം വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. രണ്ടും ഒരേ കാര്യം തന്നെയാണ് എഴുതിയേക്കുന്നത്. നൊട്ടേഷൻ എഴുതണമെങ്കിൽ ഇവിടെ വൈ ആണ് ആദ്യം വന്നേക്കുന്നത്, ഇവിടെ എക്സ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. എക്സ് കൊണ്ട് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ദെൻ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇത് ബ്രാക്കറ്റിനകത്ത് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഔട്ട് സൈഡിൽ പിന്നെ ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ. നെക്സ്റ്റ് പറയുന്നത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ഇപ്പോൾ ഓർഡർ മാറി, ഡോ എക്സ് ഡോ വൈ ആയി. അപ്പോൾ ആദ്യം ഇതിനെ ചെയ്യണം? ഡോ എഫ് ബൈ ഡോ വൈ ആദ്യം കണ്ടുപിടിക്കണം. അതായത് എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ആദ്യം, ആ കിട്ടുന്ന ഉത്തരത്തിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനെ എങ്ങനെ എഫിൻ്റെ രീതിയിൽ ഡിനോട്ട് ചെയ്യാം? എഫ് വൈ എക്സ് എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യാം.
അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ ആദ്യം വൈ ആണ് കിടക്കുന്നത്, അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം രണ്ടാമത് കിടക്കുന്നത് എക്സ് ആണ്, അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മീനിങ് എന്താണ്? ഡിഫറൻഷ്യേറ്റ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് കേസിന് നമ്മൾ മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ് പറയുന്നത്. അതായത് എക്സിൻ്റെയും വൈയുടെയും ടേംസ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മിക്സഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആയി വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ സെക്കൻഡ് ഓർഡർ എന്ന് പറയാം. ഇതുപോലെ നമുക്ക് തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ, അങ്ങനെ ഫിഫ്ത്ത് ഓർഡർ, അങ്ങനെ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡോ ക്യൂബ് എഫ് ബൈ ഡോ എക്സ് ക്യൂബ്. ഓക്കെ, ഡോ ക്യൂബ് എഫ് ബൈ ഡോ എക്സ് ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കുക, അതിനെ വീണ്ടും ഡോ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഡോ ക്യൂബ് എഫ് ബൈ ഡോ എക്സ് ക്യൂബ് കിട്ടും. അതിനെ എഫിൻ്റെ രീതിയിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എഫ് എക്സ് എക്സ്. ആദ്യം എക്സ് കൊണ്ട് ചെയ്തു, വീണ്ടും എക്സ് കൊണ്ട് ചെയ്തു, വീണ്ടും എക്സ് കൊണ്ട് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഡോ എക്സിനെ എങ്ങനെ ചെയ്യാം? അതായത് അതിൻ്റെ മീനിങ് എന്താണ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ആദ്യം കണ്ടുപിടിക്കുക, അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഡോ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് ടേം ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിനകത്ത് ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. അതായത് ഡോ ബൈ ഏത് ടേം ആദ്യം ചെയ്യണം? ഡോ വൈ ആദ്യം ചെയ്യണം, ദെൻ ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സിനെ ആദ്യം ചെയ്തു, ആ റിസൾട്ടിനെ ഡോ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഡോ എക്സ് എന്ന് കിട്ടും. അതിൻ്റെ എഫിലുള്ള നൊട്ടേഷനാണ് എഫ് എക്സ് വൈ വൈ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡോ റേസ് ടു 4 എഫ് ബൈ ഡോ വൈ റേസ് ടു 4നെ എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ ക്യൂബ് എന്ന് എഴുതാം. അതായത് എഫ് വൈ 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 4 തവണ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡോ റേസ് ടു 4 എഫ് ബൈ ഡോ വൈ റേസ് ടു 4 കിട്ടും. ഇതും അതുപോലെ തന്നെ ഡോ റേസ് ടു 4 എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഡോ എക്സ് സ്ക്വയർ എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതായത് ആദ്യം എക്സ് വെച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് വീണ്ടും എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വീണ്ടും വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതിനുശേഷം വീണ്ടും വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഓർഡറിൽ അങ്ങ് ചെയ്ത് പോയാൽ മതി. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിൽ ഈ എഫിൻ്റെ ടൈമിലാണ് ക്വസ്റ്റനെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങ് ചെയ്തു പോയാൽ മതി. സോ അന്നേരം ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 4x ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് 2x ക്യൂബ് മൈനസ് 3y റേസ് ടു 4 പ്ലസ് 11x പ്ലസ് 5y പ്ലസ് 8. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കണ്ടുപിടിക്കണം? ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ വേണം, ദെൻ ഡോ സ്ക്വയർ z ബൈ ഡോ വൈ സ്ക്വയർ വേണം, ദെൻ ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ വേണം, ദെൻ ഡോ സ്ക്വയർ z ബൈ ഡോ വൈ ഡോ എക്സ് വേണം. അപ്പോൾ ഈ 4 എണ്ണം കണ്ടുപിടിക്കണം അല്ലേ? അതാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഡോ z, ഞാൻ z എടുത്തെഴുതി, ദെൻ ഡോ z ബൈ ഡോ എക്സ് എന്താണെന്ന് നോക്കാം. അതായത് ഈ z വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ ഫസ്റ്റ് ടൈമിൽ എക്സ് ക്യൂബ് ഉണ്ട്. ഓക്കെ, 5y സ്ക്വയർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ 5y സ്ക്വയർ ഇൻറ്റു എക്സിൽ 3x സ്ക്വയർ, ദെൻ പ്ലസ് അടുത്ത ടൈം ഏതാണ്? അടുത്ത ടൈം എന്ന് പറയുന്നത് 2x ക്യൂബാണ് വന്നിരിക്കുന്നത്. 2x ആണ്, 2 ഇൻറ്റു 3 വരും ഇവിടെ. അപ്പോൾ 6x സ്ക്വയർ എന്ന് വരും. 6x സ്ക്വയർ, ദെൻ മൈനസ് 3y റേസ് ടു 4. അവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ വാല്യൂ എന്താണ്? ദെൻ മൈനസ് 0 പ്ലസ് 11xൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 11, ദെൻ പ്ലസ് 5y ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്,
അപ്പോൾ 5y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. ദെൻ 8 എന്നത് കോൺസ്റ്റൻ്റ് ആണ്, 8നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഓൾസോ 0. സോ ദ വാല്യൂ ഈസ് 5 3 are 15 x square y square plus 6x square plus 11. ഇതാണ് ഇവിടുത്തെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടി. ഇനി ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടി. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ കാണാമെന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. തൊട്ട് മുമ്പ് കിട്ടിയ ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നോക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഇവിടുത്തെ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താണ്? 15x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 6x സ്ക്വയർ പ്ലസ് 11. അപ്പോൾ ഈ വാല്യൂവിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഏതാ കിട്ടുക? ഇതിൽ എക്സ് സ്ക്വയറിൻ്റെ ടൈം ഉണ്ട്, എക്സിൻ്റെ ടൈം ഉണ്ട്. അപ്പോൾ 15 × 2 30, 30x വൈ സ്ക്വയർ എന്ന് വരും. ഇത് 30x വൈ സ്ക്വയർ പ്ലസ് 6x സ്ക്വയറിൻ്റെ ഡിഫറൻസ് 12x ദെൻ പ്ലസ് 11 ആണ് അല്ലേ? പ്ലസ് 11 കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് 0. സോ ദ ആൻസർ ഈസ് 30x വൈ സ്ക്വയർ പ്ലസ് 12x. ഇതാണ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടുന്നത്. ഇതുപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. ഡോ ഇസഡ് ബൈ ഡോ വൈ നോക്കാം. ഡോ ഇസഡ് ബൈ ഡോ വൈ. അപ്പോൾ ഫസ്റ്റ് ടൈം എടുക്കാം. 5x³ വൈ സ്ക്വയർ. അതിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 10x³ വൈ അല്ലേ? വൈ പ്ലസ് 2x³ ആണ് അടുത്ത ടൈം. അവിടെ വൈയുടെ ടൈമില്ല, അതുകൊണ്ട് 0. ദെൻ മൈനസ് 3y⁴y³. അപ്പോൾ 4 × 3 12y³ എന്ന് കിട്ടും. നെക്സ്റ്റ് ടൈം നോക്കുവാണെങ്കിൽ 11x ആണ്. അവിടെ എക്സിൻ്റെ വൈയുടെ ടൈം ഇല്ല, അതുകൊണ്ട് അത് ഡെറിവേറ്റീവ് 0. ദെൻ നെക്സ്റ്റ് ടൈം പ്ലസ് 5y ഡെറിവേറ്റീവ് 5. ദെൻ പ്ലസ് 8ൻ്റെ 0. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നത് 10x³ വൈ മൈനസ് 12y³ പ്ലസ് 5 എന്നതായിരിക്കും. 10x³ വൈ മൈനസ് 12y³ പ്ലസ് 5 എന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഡോ ഇസഡ് ബൈ ഡോ വൈ കിട്ടി. ഇതിനെ വീണ്ടും ഒരു തവണ കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ ഈ ആൻസറിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ. മുമ്പേ കിട്ടിയതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ. നമുക്ക് ഇവിടെ 10x³ വൈ എന്ന വരിക. വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് 10x³ ദെൻ മൈനസ് രണ്ടാമത്തെ ടൈം 12y³ ആണ്. 12y³ ആണ്. അപ്പോൾ 3 × 12 36 മൈനസ് 36y സ്ക്വയർ 5ൻ്റെ ഡെറിവേറ്റീവ് 0. സോ ദ ആൻസർ ഈസ് 10x³ മൈനസ് 36y സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്നോട് കണ്ടുപിടിക്കണം. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ വേണം. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സും വേണം. അത് രണ്ടും കണ്ടുപിടിക്കണം. ആദ്യത്തെ ടൈം എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ ആദ്യം കണ്ടുപിടിക്കാം. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്താണെന്നാണ് പറഞ്ഞത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ അല്ലേ? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് പറഞ്ഞതാണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നതാണ് ഈ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത്. അതായത് ഡോ ബൈ ഡോ വൈയെ കണ്ടുപിടിക്കുക, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ ബൈ ഡോ വൈ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഡോ ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താണ്? 10x³ വൈ മൈനസ് 12y³ പ്ലസ് 5 എന്നതാണ് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നത് 10x³ വൈ മൈനസ് 12y³ പ്ലസ് 5 എന്നതാണ്.
ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? ഈ എക്സ് ക്യൂബിന് 3x². അപ്പോൾ 3 × 10 30. 30x²y ദെൻ മൈനസ് ഇവിടെ 12y³ ആണ്. എക്സിൻ്റെ ടേമില്ല. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനില്ല, ടേമില്ല, അതുകൊണ്ട് 0. 5യുടെ ഡിഫറൻഷ്യലും 0. സോ ദ ആൻസർ ഈസ് 30x²y. Okay, now dou square z by dou y dou x. Dou y dou x കണ്ടുപിടിക്കാൻ dou by dou y of dou z by dou x അല്ലേ? dou by dou y of dou z by dou x. ആദ്യത്തെ വാല്യൂ ഇവിടെ എഴുതി, രണ്ടാമത് കിടക്കുന്നത് ബ്രാക്കറ്റിനകത്താക്കി എഴുതി. അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ആ ഒരു ഓർഡർ നോക്കിയിരുന്നാൽ നമുക്ക് തെറ്റില്ല. dou by dou y of dou z by dou x. dou z by dou x കഴിഞ്ഞ ഇതിന് കിട്ടി അല്ലേ? dou z by dou x എന്നത് 15x²y² + 6x² + 11 ആണ്. അതെവിടെ എഴുതാം? dou z by dou x 15x²y² + 6x² + 11. അതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു y ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ 15x² കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ y 2y വരും. 2y + 11 ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പോൾ 15 × 2 30. 30x²y എന്ന് കിട്ടി. സോ dou square z by dou x-ഉം dou square z by dou x dou y-ഉം dou square z by dou y dou x-ഉം കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാം, ഹയർ ഓർഡർ പ്രോബ്ലംസ് ചെയ്യാം. ഇതുപോലെ തന്നെ ക്യൂബ് ആണെങ്കിലും 4 ആണെങ്കിലും ഇതേ ഓർഡറിലങ്ങ് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് f of xy equal to x²y³ + x⁴y. ഇതാണ് ഫംഗ്ഷൻ വന്നേക്കുന്നത്. അപ്പോൾ dou f by dou x, dou f by dou y, dou square f by dou x², dou square f by dou y² വേണം. പിന്നെന്താ കണ്ടുപിടിക്കുന്നത്? dou square f by dou x dou y, dou square f by dou y dou x. ഇത്രയും കാര്യങ്ങൾ ഇത് കണ്ടുപിടിക്കണം. അതാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഓർഡർ dou square f by dou x² കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നോക്കാം, നമുക്ക് f of xy എന്നത് എന്താണ്? f of xy എന്നത് x²y³ + x⁴y. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, നൗ dou f by dou x ആദ്യം വേണം അല്ലേ? dou f by dou ഫസ്റ്റ് ഓർഡർ ആദ്യം കണ്ടുപിടിച്ചാലേ സെക്കൻഡ് ഓർഡറിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ dou f by dou x ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈ x² ഡിഫറൻസ് ഇൻറ്റു y³ ദെൻ പ്ലസ് x⁴y എന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ്, x⁴ ഡെറിവേറ്റീവ് 4x³ y. ഇതാണ് dou f by dou x. ഇനി dou f by dou y കണ്ടുപിടിക്കാമല്ലോ. dou f by dou y ഇവിടെ എഴുതാം. dou f by dou y ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു y ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കണം. സോ x²y³ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3y². അപ്പം 3x² അങ്ങനെ നിർത്തി y² ദെൻ പ്ലസ് x⁴ × 1 ദാറ്റ് ഈസ് 3x²y² + x⁴ തന്നെ. ദെൻ dou square f by dou x², അതായത് dou f by dou x-നെ വീണ്ടും ഒരു തവണ കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dou by dou x of dou f by dou x. ഓക്കെ, dou square f by dou x² എന്ന് പറഞ്ഞാൽ dou by dou x of dou f by dou x. തൊട്ട് മുമ്പേ കിട്ടിയ ആൻസറിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് dou by dou x of 2xy³ + 4x³ ദാറ്റ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഈ ടൈമിൽ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y³ പ്ലസ് ഈ ടൈമിൽ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 12x²y. അപ്പോൾ dou square f by dou x² കിട്ടി. dou square f by dou x², ഇതാണ് ആൻസർ.
ഇനി ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അവിടെ. വീണ്ടും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡോ എഫ് ബൈ ഡോ വൈയെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 3x² y² പ്ലസ് എക്സ് റൈസ് ടു 4. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. 3x² അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. y² ഡെറിവേറ്റീവ് 2y. അപ്പോൾ 2 × 3 6. 6x² y പ്ലസ് അടുത്ത ടൈം എന്താണ്? 0 ആണ്. അപ്പോൾ പ്ലസ് 0. ദാറ്റ് ഈസ് 6x² y എന്നതാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. 6x² by 2x³ പ്ലസ് 12x² y എന്നതാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ x². കഴിഞ്ഞോ? ഇല്ല. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും കൂടെ കണ്ടുപിടിക്കണം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ അല്ലേ? അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ എഴുതാം. 3x² y² പ്ലസ് എക്സ് റൈസ് ടു 4. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പം 2 × 3 6. 6xy² പ്ലസ് എക്സ് റൈസ് ടു 4ൻ്റേത് 4x³ അപ്പോൾ 6xy² പ്ലസ് 4y³ ഇതാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും കണ്ടുപിടിക്കണം. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് ഈ ഓർഡർ നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഡോ ബൈ ഡോ വൈ ഓഫ് ദെൻ ബ്രാക്കറ്റിനകത്ത് ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോൾ ഇതേ ഓർഡർ തന്നെ ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരെണ്ണം ബ്രാക്കറ്റ് ഇടണമെന്ന് മാത്രം. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ആദ്യം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2xy³ പ്ലസ് 4x³ അല്ലേ? 2xy³ പ്ലസ് 4x³ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇവിടെ y³ 6xy² 10 പ്ലസ് 4x³ അതിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 4x³ എന്നായിരിക്കും ആൻസർ. സോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഡോ വൈ ഡോ എക്സ് എന്ന് പറയുന്നത് 6xy² പ്ലസ് 4x³ കിട്ടി. ഇതങ്ങനെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 4 കണ്ടുപിടിച്ചാൽ ഫുൾ മാർക്ക് തരുള്ളൂ. ഓക്കെ.